question. In how many ways can 6 person be seated around a round table? Direct question. 6 പേരെ റൗണ്ട് ടേബിളിന് ചുറ്റും എങ്ങനെ നമുക്ക് സീറ്റ് ചെയ്യാൻ കഴിയും? സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. n എന്ന് പറയുന്നത് 6 ആണ്. Therefore, by circular permutation, there are n minus 1 factorial ways. That is 6 minus 1 factorial, that is equal to 5 factorial, that is equal to 120 ways. 120 ways നമുക്ക് 6 പേരെ ഒരു റൗണ്ട് ടേബിളിന് ചുറ്റും അറേഞ്ച് ചെയ്യാൻ പറ്റും. 120 ഡിഫറെന്റ് വേസ്. അത് ഏതൊക്കെയാണ് നമുക്ക് വേണ്ട. ഇത് എല്ലാ ക്വസ്റ്റ്യനിലും അതെ, എങ്ങനെയൊക്കെയാണ് അറേഞ്ച് ചെയ്യുന്നത് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് നമ്പർ മാത്രമാണ്. അപ്പൊ നമ്മള് ഇത്രയും നേരമായിട്ട് പഠിച്ചതില് നേരെ പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കേണ്ട ടെക്നിക്ക്, അതായത് റെപ്പറ്റീഷൻ ഇല്ലാതെ എങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ എത്ര വേസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതിനുശേഷം റെപ്പറ്റീഷനോടെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു. അതിനുശേഷം അതിന്റെ കൂടെ ചില ആൾക്കാരൊക്കെ എലൈക്ക് ആണെങ്കിൽ, ഓക്കെ, നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ചില ആൾക്കാരൊക്കെ എലൈക്ക് ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് വേസ് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ആൻഡ് ഫൈനലി സർക്കുലർ പെർമ്യൂട്ടേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇത് വെച്ച് ഇനി നമ്മൾ പ്രോബ്ലംസ് ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ പഠിച്ച എല്ലാം ഡയറക്റ്റ് പ്രോബ്ലംസ് ആയിരുന്നു. നേരെ ഫോർമുല, വി ഹാവ് ദ പ്രോബ്ലംസ് ഡൺ. ഇനി അങ്ങനെയല്ല, ഇനി കുറച്ച് ട്രിക്കി ആയിരിക്കും. ക്വസ്റ്റ്യൻ മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യാൻ. ഇത്തിരി ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരാൻ പോകുന്നത്. കാര്യമായിട്ടൊന്ന് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ number of ways in which the letter of the word pencil, letter of the word pencil can be arranged so that first question, n is always next to e. n is always next to e. അതായത് ഈ കഴിഞ്ഞിട്ടുടനെ n വരണം. n is always next to e. അതായത് ഈയുടെ അടുത്തടുത്തിരിക്കണം എന്നല്ല, ഈ കഴിഞ്ഞതിന് ശേഷം n വരണം. n is always next to e. ഈ കഴിഞ്ഞിട്ട് n വരണം. മനസ്സിലായല്ല? രണ്ടാമത്തത്, n and e are always together. n and e are always together. അതായത് നേരത്തെ ഈ n എന്ന് തന്നെ വരണം നിർബന്ധമായിരുന്നേ. ഈ n എന്ന് തന്നെ വരണമായിരുന്നു നിർബന്ധമായിരുന്നു. ഈ കഴിഞ്ഞിട്ട് തന്നെ n വരണം. ഈ കഴിഞ്ഞാൽ ഉടനെ n വരണമെന്നായിരുന്നു നിർബന്ധം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണെന്ന് വെച്ചാൽ, ഈ എന്നും ആയിക്കോട്ടെ എന്നും ഇയും ആയിക്കോട്ടെ, അവർ രണ്ടുപേരും ഒരുമിച്ച് വരണം. n e ആയിട്ട് വരാം, ഈ എന്നും ആയിട്ട് വരാം, രണ്ടും ഓക്കെയാണ്. ആൻഡ് ഫൈനലി സി n and e are never together. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ.
പെൻസിൽ എന്ന വേർഡിനെ അറേഞ്ച് ചെയ്ത് എത്ര വേർഡ് ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിൽ വഴിയുണ്ട്. പക്ഷേ ഇതല്ല ക്വസ്റ്റ്യൻ, അതല്ല ക്വസ്റ്റ്യൻ. നോക്കുക, എന്നിന് ശേഷം തന്നെ ഈ വർണ്ണം, എന്നിന് ശേഷം തന്നെ ഈ വർണ്ണം, സോറി എന്നില്ല, ഇക്ക് ശേഷം, സോറി എൻ ഈസ് ഓൾവേസ് നെക്സ്റ്റ് ടു ഇ, ഇക്ക് ശേഷം തന്നെ എന്ന് വർണ്ണം. ആ രീതിയിൽ എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? രണ്ടാമത്, എന്നും ഈയും ഒരുമിച്ച് വരണം. ഇക്ക് ശേഷം തന്നെ എന്ന് വരണമെന്നൊന്നുമില്ല, എന്ന് ഈ വരാം, ഈ എന്നും വരാം, രണ്ടും ഓക്കെയാണ്. അങ്ങനെ എത്ര പ്രാവശ്യം അറേഞ്ച് ചെയ്യാൻ പറ്റും? ആൻഡ് ഫൈനലി, എന്നും ഈയും ഒരു കാരണവശാലും ഒരുമിച്ച് വരരുത്. അതായത് EPN, ECN അല്ലെങ്കിൽ EPCN അങ്ങനെയൊക്കെ വരാം. എന്നും ഈയും അടുത്തടുത്ത് ഒരു കാരണവശാലും എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം? അതാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഫോർമുലകൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിലും കാര്യം എന്താണ്, നമുക്ക് ഡയറക്റ്റ് ഫോർമുല ഒന്നും ഇല്ല. അപ്പൊ എങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാം. നമുക്ക് നേരെ സൊല്യൂഷനിലേക്ക് പോകും. ഞാനിവിടെ സൊല്യൂഷൻ അടുത്ത പേജിലേക്ക്. സൊല്യൂഷൻ എ, ഫസ്റ്റ് ക്വസ്റ്റ്യനില് ഇക്ക് ശേഷം തന്നെ എന്ന് വരണം. We will treat EN as one unit. ഇക്ക് ശേഷം തന്നെ എന്ന് വരണം, വേറെ ഒരു വഴിയുമില്ലേ? ഇക്ക് ശേഷം തന്നെ എന്ന് വരണം. അതുകൊണ്ട് ഈനെയും എന്നിനെയും ഒറ്റ യൂണിറ്റ് ആയിട്ട് ഞാൻ ഒരൊറ്റ യൂണിറ്റ് അഥവാ ഒരൊറ്റ ലെറ്റർ ആയിട്ട്. അപ്പൊ പ്രശ്നം കഴിഞ്ഞു. നിങ്ങൾ നോക്കാം, നമ്മുടെ വേർഡ് പെൻസിലാണ്. പെൻസിൽ, PENCIL. ഇതില് ഇനി ഈയും എന്നും ഒരുമിച്ച് മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ഇവരെ രണ്ടുപേരെയും ഒറ്റ ലെറ്റർ ആയിട്ട് കാണാൻ പോവാണ്. ഈ എന്നിനെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്ത് ഇനി എത്ര ലെറ്റർ ഉണ്ട്? പെൻസിൽ എന്ന വേർഡിന്റെ അകത്ത് എത്ര ലെറ്റർ ഉണ്ട്? നോക്കി പറയാമോ? എത്രയാണ്? 5 ആണ്. നോക്കിക്കോളുക. 1, 2, 3, 4, 5 5 ലെറ്റേഴ്സ്. ഒറിജിനലി 6 ലെറ്റേഴ്സ് ആയിരുന്നു. പക്ഷേ നമ്മൾ ഈ എൻ എന്ന് പറയുന്നത് ഒരുമിച്ചേ വരാൻ പാടുള്ളൂ. അതുകൊണ്ട് ഈനെ എന്നിനെ നമുക്ക് ഒരു കാരണവശാലും പിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് there are 5 units. There are 5 units. Therefore, there are 5 units. 5 units എന്ന് നമ്മൾ എത്തുന്നത്. Now എന്ത് ചെയ്യുക? ഇനി നമുക്ക് കോമ്പിനേഷൻ എത്ര ഉണ്ടെന്ന് നോക്കാം. നിങ്ങൾക്കറിയാം 5 യൂണിറ്റ്സ് ആണ് ഉള്ളത്. റെപ്പറ്റീഷൻ ഉണ്ടോ എന്ന് നോക്കുക. P റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? റിപ്പീറ്റ് ചെയ്യുന്നില്ല. EN റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? റിപ്പീറ്റ് ചെയ്യുന്നില്ല. C റിപ്പീറ്റ് ചെയ്യുന്നില്ല. I റിപ്പീറ്റ് ചെയ്യുന്നില്ല. L റിപ്പീറ്റ് ചെയ്യുന്നില്ല. There is no repetition. Therefore, number of ways is total unit 5 unit ആണ്. Therefore 5 factorial divided by repetitions are not there. Therefore 0 factorial. Therefore answer is 5 factorial, that is equal to 120. 120 വേസിൽ പെൻസിലിനെ റീഅറേഞ്ച് ചെയ്യാം such that, പെൻസിൽ എന്ന വേർഡിനെ റീഅറേഞ്ച് ചെയ്യാം such that n comes next to e. ആ രീതിക്ക് 120 വഴികളാണ് നമുക്കുള്ളത്. കഴിയും. ഓക്കെ, കഴിയും. അത്രേ ഉള്ളൂ. അപ്പൊ എന്താണ് ചെയ്തത് നോക്കാം. ഈ എന്നിനെ നമ്മൾ ഒറ്റ യൂണിറ്റ് ആയിട്ട് കണ്ടു, കാര്യം ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ബി. അവിടെ എന്താണ്? എന്നും ഈയും ഒരുമിച്ച് വരണമെന്നേ ഉള്ളൂ. ഈക്ക് ശേഷം തന്നെ എന്ന് വരണം. അതായത് ഈ എൻ എന്ന് തന്നെ വരണം എന്ന നിർബന്ധം എനിക്കില്ല. നമുക്കില്ല. ശരി, അപ്പൊ നോക്കിക്കോളുക. ഇവിടെ നിങ്ങളിപ്പോ 120 വേസ് എന്ന് പറഞ്ഞല്ലോ. ഈ ഈക്ക് ശേഷം തന്നെ എന്ന് വരാനുള്ള 120 വേസ് ഉണ്ട്. അപ്പൊ ചിലപ്പോ അതുണ്ടല്ലോ. സേ ഫോർ എക്സാമ്പിൾ, ഓൾറെഡി പെൻസിൽ ഈ വേർഡ് തന്നെ ആയിരിക്കാം. ഇവിടെ ഈക്ക് ശേഷം തന്നെ എന്ന് വരുന്നുണ്ട്. ഇനി അല്ല,
ഓക്കെ, അപ്പൊ ഇതൊരു പോസിബിലിറ്റി ആണല്ലോ. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനില് ഈക്ക് ശേഷം തന്നെ എന്നെ വരണമെന്നില്ല, ഈക്ക് ശേഷം തന്നെ എന്നെ വരണമെന്നില്ല, എന്നും ഈയും അടുത്തടുത്ത് വന്നാൽ മതി എന്നായി. അതായത് ഈ പോസിബിലിറ്റിയുടെ കൂടെ നമ്മൾ ആ ഒരു ചെറിയ ഓർഡറിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഒഴിവാക്കിയ പോസിബിലിറ്റി അല്ലേ ഇത്. ടെൻസിൽ ഇ എൻ, പക്ഷെ എൻ ഇ, എന്നിനെ ഈനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു, എന്നിനെ ഈനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്തു. ഈ പോസിബിലിറ്റി ഇവിടെ കൂട്ടിയിട്ടില്ല, ഈ പോസിബിലിറ്റി, ഈ പർട്ടിക്കുലർ പോസിബിലിറ്റി ഇവിടെ കൂട്ടിയിട്ടില്ല. കാരണം എന്താണ്, ഈക്ക് ശേഷം തന്നെ എന്ന് വരണമെന്ന് നമ്മൾ നിർബന്ധം പറഞ്ഞുകൊണ്ട്. പക്ഷെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ്, എന്നും ഈയും അടുത്തടുത്ത് വന്നാൽ മതി എന്നല്ലേ. അപ്പൊ ഞാന് ഈ കൂട്ടത്തിൽ ഇത് കൂട്ടിയപ്പോ ഇയാളെ കൂട്ടാൻ വിട്ടുപോയി. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഞാൻ അയാളെ കറസ്പോണ്ടിങ്ങിൽ എഴുതി. ഇനി അടുത്ത പി സി ഇ എൻ ഐ എൽ, ഇതൊരു അടുത്ത പോസിബിലിറ്റി ആണല്ലോ. ഈക്ക് ശേഷം എന്ന് വരുന്ന, ഈക്ക് ശേഷം എന്ന് വരുന്ന വേറൊരു പോസിബിലിറ്റി ആണല്ലോ ഈ കാണുന്നത്. ഓക്കെ, ശരി. അപ്പോ ഈക്ക് ശേഷം എന്ന് വന്നേ, ഞാൻ അയാളെ ഒന്ന് മാറ്റി എൻ ഇ എന്നാക്കിയതേ ഉള്ളൂ. എന്നും ഈ അടുത്തടുത്ത് വരുന്നുണ്ട്, പക്ഷെ ഈക്ക് ശേഷം എന്ന് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കൂട്ടാൻ പറ്റിയില്ല, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കൂട്ടാൻ പറ്റിയില്ല. അപ്പൊ വേറൊരു പോസിബിലിറ്റി അല്ലേ പോസിബിലിറ്റി. അതായത് നിങ്ങൾ നേരത്തെയുള്ള ക്വസ്റ്റ്യനില് എത്രയൊക്കെ പോസിബിലിറ്റി ഉണ്ടായിരുന്നോ അതിൽ ഓരോ പോസിബിലിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ഈയും എന്നും അടുത്തടുത്ത് വരുന്ന മറ്റൊരു പോസിബിലിറ്റി അവൈലബിൾ അല്ലേ? അവൈലബിൾ ആണ്. അതിന് നമ്മൾ ഒഴിവാക്കിയത് എന്തുകൊണ്ട് മാത്രമാണ്? ഈക്ക് ശേഷം എന്ന് വരണമെന്ന നിർബന്ധം നമുക്കുള്ളത് കൊണ്ട് മാത്രമായിരുന്നു നമ്മൾ അയാളെ ഒഴിവാക്കി. മനസ്സിലായല്ല? ഈക്ക് ശേഷം തന്നെ എന്ന് വരണമെന്ന നിർബന്ധം ഉള്ളത് കൊണ്ടാണ് എൻ ഇ എന്ന പോസിബിലിറ്റീസിനെ എല്ലാം നമ്മൾ ഒഴിവാക്കിയത്. ദാറ്റ് മീൻസ് ഇവിടെ 120 പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ഓരോ പോസിബിലിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ട്, ഓരോ പോസിബിലിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ട് എൻ ഇ, ഈ എന്നിന് പകരം എൻ ഇ വരുന്ന മറ്റൊരു പോസിബിലിറ്റി ഉണ്ട്. ഇൻ ബോത്ത് എന്താണ്, എന്നും ഇയും അടുത്തടുത്ത് തന്നെയാണ് വരുന്നത്, എന്നും ഇയും അടുത്തടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോ ഇവിടെ എത്ര പോസിബിലിറ്റി ഉണ്ടോ അതിന്റെ ഡബിൾ പോസിബിലിറ്റി, അതിന്റെ ഡബിൾ പോസിബിലിറ്റി എന്നും ഇയും ടുഗദർ വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാകും. ഞാൻ പറഞ്ഞതിന്റെ ലോജിക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കാം, ലോജിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കാം. എന്താണ് ഈ എൻ എന്ന് പറയുന്നത്, ഈക്ക് ശേഷം തന്നെ എന്ന് വരണം എന്ന് നിർബന്ധം ഇവിടെ ഉണ്ടായിരുന്നു. ശരി, നമ്മൾ അത് കണ്ടുപിടിച്ചു, 5 ഫാക്ടോറിയൽ 120 വൈസ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അടുത്ത ക്വസ്റ്റ്യൻ പറയുന്ന ഈ എൻ ഒരുമിച്ച് വരണമെന്ന് മാത്രമാണ്. അതായത് ഇ എൻ ആയിട്ട് വരാം, എൻ ഇ ആയിട്ട് വരാം. അതായത് നിങ്ങൾ ഇവിടെ എടുത്ത പോസിബിലിറ്റിയില് ഇ എൻ ഉള്ള ഓരോ പോസിബിലിറ്റിക്കും കറസ്പോണ്ടിങ് ആയിട്ട് അതിന് പകരം ഞാൻ എൻ ഇ എന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പുതിയൊരു പോസിബിലിറ്റി ആയില്ലേ, അല്ലെങ്കിൽ പുതിയൊരു വേ ആയില്ലേ? ആയി. അതായത് ഇവിടെയുള്ള 120 പേർക്കും കറസ്പോണ്ടിങ് ആയി പുതിയൊരാളുണ്ടാകും. അപ്പൊ 120 + 120 240 പോസിബിലിറ്റി, 240 പോസിബിലിറ്റി കണ്ടല്ലോ. അപ്പൊ അതാണ് ഞാൻ ഇനി അടുത്ത് എഴുതാൻ പോകുന്നത്. അതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്ത് നോക്കാം. പഴയ ക്വസ്റ്റ്യൻ പോലെ വി വിൽ ട്രീറ്റ് en as a unit, en as one unit. Therefore there are 5 units available. Sorry. 5 units available. 5 യൂണിറ്റ് ആണ് ഇനി അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ബട്ട് en can be arranged in 2 factorial ways. നെ നമുക്ക് 2 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഇ എൻ എന്നും എൻ ഇ എന്നും അറേഞ്ച് ചെയ്യാൻ പറ്റും. 2 എലമെന്റ് ഉണ്ട്, ഇ എന്നും എൻ എന്നും 2 എലമെന്റ് ഉണ്ട്, 2 പൊസിഷനും ഉണ്ട്. 2 എലമെന്റ് ഉണ്ട്, 2 പൊസിഷനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും? 2pr, 2p2
2p2 വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഇയുടെ എന്നിന്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഈ എൻ എന്ന് പറയുന്നത് 2 പേരാണ്. ആ 2 പേരെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. ഇ എൻ എന്നും എൻ ഇ എന്നും അറേഞ്ച് ചെയ്യാം. അപ്പോ ഇ എൻ എന്ന് പറയുന്ന 2 പൊസിഷൻ, അതിൽ 2 എലമെന്റ്, അതായത് 2 പൊസിഷൻ 2 എലമെന്റ്, ദാറ്റ് ഇസ് 2p2 വേസ്, ദാറ്റ് ഇസ് 2 ഫാക്ടോറിയൽ വേസ്. 2 ഫാക്ടോറിയൽ വേസിൽ ഇ എന്നിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇ എന്നിനെ അറേഞ്ച് ചെയ്യാം. നിങ്ങൾ 5 യൂണിറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷെ ആ 5 യൂണിറ്റിൽ 1 യൂണിറ്റ് ഇങ്ങനെ ചേഞ്ച് ആവും, ഇ എൻ ആയിട്ടും എൻ ഇ ആയിട്ടും ചേഞ്ച് ആവും. Therefore, number of ways possible എന്ന് പറയുന്നത് പഴയത് നമുക്ക് 5 യൂണിറ്റ് ആണുള്ളത്. 5 യൂണിറ്റ് 5 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ റെപ്പറ്റീഷൻസ് ഇല്ല, അതുകൊണ്ട് 0 ഫാക്ടോറിയൽ. പക്ഷേ ഇ എന്നും എൻ ഇയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറും എന്നുള്ളത് കൊണ്ട് ഇൻറ്റു 2 ഫാക്ടോറിയൽ. ഇ എന്നിന്റെയും എൻ ഇയുടെയും പെർമ്യൂട്ടേഷനെ മൾട്ടിപ്ലൈ ചെയ്യണം, ദാറ്റ് ഇസ് ഇൻറ്റു 2 ഫാക്ടോറിയൽ. അതാണ് ഞാൻ പറഞ്ഞ ഇരട്ടി. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2 ആണ് കേട്ടോ. നേരത്തെ 120 പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ നേരെ ഡബിൾ, അതാണ് ഈ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ ഇസ് 2. അപ്പൊ നമ്മൾ ഇതിനെ കൂട്ടുമ്പോൾ നമുക്ക് 240 എന്ന് കിട്ടും. ഇല്ല, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 240 എന്ന് കിട്ടും. 5 factorial, that is 120 into 2 factorial, that is 2. 120 into 2 is 240 ways. 240 ways പെൻസിൽ എന്ന വേർഡിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം such that E and N comes together. അപ്പൊ ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറയാം. എന്താണ്? ഇ എന്നിനെ 1 യൂണിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 5 യൂണിറ്റ്സ് ആണ് നമുക്ക് അവൈലബിൾ ആകുന്നത്. ഡൺ. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇയും എന്നും അടുത്തടുത്ത് വരണമെന്നേ ഉള്ളൂ. ഇക്ക് ശേഷം തന്നെ എന്ന് വരണമെന്ന് ഇപ്രാവശ്യം നിർബന്ധമില്ല. പണ്ട് നിർബന്ധം ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം നമുക്ക് നിർബന്ധമില്ല. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ എന്നിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. അവർക്കുള്ളിൽ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഇയും എന്നും 2 പേർ, അവർക്ക് 2 പേർക്കും 2 പൊസിഷൻ. 2 പേരെ 2 പൊസിഷനിൽ, അല്ലെങ്കിൽ n ആൾക്കാരെ 6 പൊസിഷനിൽ അറേഞ്ച് ചെയ്യണമെങ്കിൽ പെർമ്യൂട്ടേഷൻ അനുസരിച്ച് NPR ആയിരുന്നു. NPR. ഇവിടെ ഇ എൻ എന്ന 2 പേർ, 2 പേർക്ക് 2 പൊസിഷൻസ്, അവരെ 2 പേരെ അറേഞ്ച് ചെയ്യുന്നത് 2p2 ways, that is 2 factorial ways. Therefore 5 യൂണിറ്റ്സിനെ അറേഞ്ച് ചെയ്യാനുള്ള പോസിബിലിറ്റി അതേ ഇൻറ്റു ആ കൂട്ടത്തിൽ 2 പേരെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കണ്ടിരുന്നു, അവരെ 2 പേരെയും 2 ഫാക്ടോറിയൽ വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, ദാറ്റ് ഇസ് 2 ways. അപ്പോൾ അത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് വേസ് പോസിബിൾ കിട്ടും. കഴിഞ്ഞു. 240 വഴി. കണ്ടല്ലോ? ഇപ്പൊ നിങ്ങൾക്ക് ഈ ലോജിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ലോജിക്ക് ചെയ്യാം. ഈ ലോജിക്ക് നേരത്തെ എഴുതിയതിന്റെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇ എന്നിന് പകരം എൻ ഇ കൊടുക്കുമ്പോൾ പുതിയ പോസിബിലിറ്റി കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവിടെയുള്ള 120 പോസിബിലിറ്റിക്കും ഇവിടെ പുതിയൊരു പോസിബിലിറ്റി കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ 120 × 2 240 അങ്ങനെ എഴുതിയാലും പ്രശ്നമില്ല. കഴിഞ്ഞു. ഓക്കെ. ആൻഡ് ഫൈനലി എന്താണ്? എന്നും ഇയും ഒരിക്കലും ഒരുമിച്ച് വരാത്തത് എത്ര തവണ? നെവർ ടുഗദർ. ഓക്കെ. അപ്പോ ഞാൻ ഇവിടെ എടുക്കുന്നത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് പെൻസിൽ. Total number of arrangements of pencil. പെൻസിലിനെ ഹോൾ ആയിട്ട് എത്ര തവണ അറേഞ്ച് ചെയ്യാൻ പറ്റും, എത്ര പോസിബിലിറ്റി ഉണ്ട്, അതാണ് എനിക്ക് അറിയാനുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പെൻസിൽ പറയാമോ? ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് പെൻസിൽ, ഈ വേർഡിനെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ നമ്പർ ഓഫ് വേസ്. Sir, 6 factorial. എത്ര യൂണിറ്റ് ഉണ്ട്? 6 യൂണിറ്റ് ആണുള്ളത്, അതുകൊണ്ട് 6 ഫാക്ടോറിയൽ. റെപ്പറ്റീഷൻസ്, is there any repetitions? Sir, E and N. നിങ്ങൾ അങ്ങനെയല്ല, ഇനിയിപ്പോ യൂണിറ്റ് ആയിട്ട് കാണണ്ട. ഞാൻ പറഞ്ഞത് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് ദ പെൻസിൽ, വേർഡ് പെൻസിൽ. ഇനി ഈ എന്നിനെ നിങ്ങൾ ഒരുമിച്ച് കാണണ്ട, പ്രത്യേകം കണ്ടാൽ മതി. ഇവിടെ ഏതെങ്കിലും വേർഡ് റെപ്പറ്റീഷൻ ഉണ്ടോ? പിക്ക് റെപ്പറ്റീഷൻ ഉണ്ടോ? ഇക്ക് റെപ്പറ്റീഷൻ ഉണ്ടോ? എന്നിന് റെപ്പറ്റീഷൻ ഉണ്ടോ?
No repetitions. There is no repetition, that is 0 factorial. That is 0 factorial. Therefore, 6 factorial divided by 0 factorial, that is 6 factorial itself. Therefore, we will get 720. 720 ബേസിൽ നമുക്ക് പെൻസിൽ എന്ന വേർഡിനെ റീഅറേഞ്ച് ചെയ്യാം. കഴിഞ്ഞ ക്വസ്റ്റ്യനില് നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് of pencil in which E and N comes together. ഇയും എന്നും ഒരുമിച്ച് വരുന്ന പോസിബിലിറ്റി എത്ര ഉണ്ടെന്നാണ് കഴിഞ്ഞ ആൻസറിൽ പറഞ്ഞത്, കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞത്. ഇയും എന്നും ഒരുമിച്ച് വരുന്ന എത്ര പോസിബിലിറ്റി ഉണ്ട്? 240. 240 തവണ അവർ ഒരുമിച്ച് വരും. മൊത്തത്തിലുള്ള പോസിബിലിറ്റി 720. 240 തവണ അതിൽ അവർ ഒരുമിച്ച് വരും. അപ്പോ 720 - 240 ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ച് വരാത്ത പോസിബിലിറ്റി എല്ലാം കിട്ടുമല്ലോ. കഴിഞ്ഞു. ഹോൾ പോസിബിലിറ്റി 720. ആ കൂട്ടത്തിൽ 240 തവണ ഇയും എന്നും ഒരുമിച്ച് വരുമെന്ന് കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞു. അപ്പൊ ബാക്കി പോസിബിലിറ്റി ഇയും എന്നും ഒരുമിച്ച് വരാത്ത പോസിബിലിറ്റിയാണ്. കഴിഞ്ഞു. Therefore, number of ways in which E and N never comes together is 720 minus 240. 720 minus 240, that is equal to 720 0 12 4 പോയാൽ 8 2 പോയാൽ 4 480. There are 480 ways in which E and N never together comes in the arrangement of pencil. പെൻസിൽ എന്ന വേർഡിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ മെന്നും ഒരുമിച്ച് വരാത്തത് 480 തവണയാണ്. 480 ടൈംസ്. കഴിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന്. ഫസ്റ്റ് ഇന് ശേഷം തന്നെ എന്ന് വരണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. സോ ഐ ടേക്ക് ഇ ആൻഡ് എൻ ആസ് വൺ പോസിബിലിറ്റി. അവിടെ ഇനും എന്നിനും പിന്നെ വേറൊരു അറേഞ്ച്മെന്റ് നടക്കാത്ത കാര്യം. ഇക്ക് ശേഷം തന്നെ എന്ന് വരണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പൊ അയാൾ ഒറ്റ യൂണിറ്റ് ആയിട്ട് കണ്ടു. ആ വേർഡിനെ അറേഞ്ച് ചെയ്യാനുള്ള വഴി നമുക്കറിയാം. 5 factorial by 0 factorial, that is 120 times. We are done. പക്ഷെ രണ്ടാമത് ഈ എന്നും ഒരുമിച്ച് വന്നാൽ മതി. ഇക്ക് ശേഷം തന്നെ എന്ന് വേണമെന്ന് നിർബന്ധം ഇല്ല. അതായത് ഈ എന്ന് വരാം, എൻ ഇ വരാം. ശരി, നമുക്ക് ഈ എന്നിനെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണാം. നമ്മൾ എഴുതി. പക്ഷേ ഈ എന്നിനകത്ത് അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. ഈ എന്നിനകത്ത് അറേഞ്ച്മെന്റ് പോസിബിൾ ആണ്. അതായത് 2 പൊസിഷൻ 2 എലമെന്റ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു 2 factorial ways, അതായത് 2p2 ways. അപ്പൊ ഓൾറെഡി ഉണ്ടായിരുന്ന യൂണിറ്റ് കൊടുത്തു, ഇൻറ്റു 2 factorial കൊടുത്തു. Therefore 240 ways. അതിനുശേഷം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തത് ടോട്ടൽ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് കണ്ടുപിടിച്ചു. ആ കൂട്ടത്തിൽ ഈ എന്നും ഒരുമിച്ച് വരുന്ന 240 ടൈംസ് മൈനസ് ചെയ്തപ്പോ നമുക്ക് ബാക്കി കിട്ടും. ആ ബാക്കി ആയിരിക്കും ഈ എന്നും ഒരുമിച്ച് വരാത്തപ്പോൾ. ഇനി ശരി, ഞാൻ വേറൊരു കാര്യം ചെയ്യാം കേട്ടോ. ചുമ്മാ ചെയ്യണേ, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ചുമ്മാ ചെയ്യുന്നതാണ്. ഇ എൻ സി കംസ് ടുഗദർ. ഇയും എന്നും സിയും കംസ് ടുഗദർ. ചുമ്മാ ചെയ്യുന്നതാണ്. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യനിലുള്ളതല്ല, നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇയും എന്നും സിയും ഒരുമിച്ച് വരണമെന്നാണ്. അതായത് ഇ എൻ സി ആകാം, ഇ സി എൻ ആകാം, എൻ സി ആകാം, എൻ സി ഇ ആകാം, എൻ ഇ സി ആകാം, എന്ത് വേണോ ആകാം. ഇയും എന്നും സിയും ഒരുമിച്ച് വരണം എന്നേ ഞാൻ പറഞ്ഞു. ഇയും എന്നും സിയും ഒരുമിച്ച് വരണം. കംസ് ടുഗദർ. ഇ കോമ എൻ കോമ സി ഒരുമിച്ച് എഴുതിയാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയാലോ. ഇ കോമ എൻ കോമ സി കംസ് ടുഗദർ. ഇത്രയേ ഉള്ളൂ. അപ്പോ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓഫ് ഓൾ പെൻസിൽ എന്ന വേർഡ് എടുത്തു. ഇ എൻ സി ഒരുമിച്ച് വരണം എന്നുള്ളത് കൊണ്ട് ഞാൻ അയാളെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കണ്ടു.
ഒറ്റ യൂണിറ്റ് ആയിട്ട് കണ്ടു. ശരി, അപ്പൊ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ഇ എൻ ആൻഡ് സി കംസ് ടുഗദർ എന്ന് പറഞ്ഞാൽ ഇ എൻ സിയെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ 1, 2, 3, 4. യൂണിറ്റ് 4, therefore 4 factorial. Repetitions are not there, therefore divided by 0 factorial. Repetitions are not there, therefore divided by 0 factorial. Done. കഴിഞ്ഞില്ല. ഇ എൻ സിക്ക് ഇനി പല പല അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഇ എൻ സി, എൻ ഇ സി, സി എൻ, അങ്ങനെ പല അറേഞ്ച്മെന്റ്സ് പോസിബിൾ ആണ്. അതായത് 3 പേർ 3 പ്ലേസ്, 3 പേർ 3 പ്ലേസ്. Therefore this will be 3T3. That will be 3T3, which is equal to 3 factorial divided by 3 minus 3 factorial. 3 factorial divided by 3 minus 3 factorial, that is equal to 3 factorial itself. That is equal to 3 factorial itself. കഴിഞ്ഞു. 3P3 ways. നേരത്തെ ഇ എൻ ആയിരുന്നേ, അപ്പൊ 2 എലമെന്റ് 2 വേസിൽ മാത്രം, therefore 2P2, that is 2 factorial ways. ഇവിടെ 3 എലമെന്റ് 3 പ്ലേസിൽ മാത്രം, therefore 3P3, that is 3 factorial ways. അപ്പൊ ഓൾറെഡി ഉണ്ടായിരുന്നു, അയാളെ ഇൻറ്റു 3 ഫാക്ടോറിയൽ ചെയ്യണം. ഓൾറെഡി ഉണ്ടായിരുന്നു, അയാളെ ഇൻറ്റു 3 ഫാക്ടോറിയൽ ചെയ്യണം. ദാറ്റ് ഇസ് 24 into 6. That is 24 into 6. That is 120, 144, I think, which is equal to 144. 24 into 6, that is will be 144. തെറ്റാണെങ്കിൽ തിരുത്തുക. 24 into 6 is 144. Yeah, ഇതാണ് നിങ്ങളുടെ ആൻസർ. 144 വേസില് പെൻസിൽ എന്ന വേർഡില് ഇയും എന്നും സിയും ഒരുമിച്ച് വരും. കണ്ടല്ലോ. പക്ഷെ നമ്മൾ നിർബന്ധം പിടിക്കുകയാണെന്ന് വിചാരിക്കുക, ഇക്ക് ശേഷം എന്, എന്നിന് ശേഷം സി എന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ ഈ അവസാനം ചെയ്ത ഈ ആളുണ്ടല്ലോ, ഇത് വേണ്ട. ഇയാളെ നമുക്ക് അങ്ങ് ഒഴിവാക്കാം. ഇക്ക് ശേഷം തന്നെ എന്ന് വേണം, എന്നിന് ശേഷം തന്നെ സി വരണമെന്ന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്ത പോലെ എന്താണ് 4 factorial by 0 factorial, that is 24 ways. Done. കണ്ടല്ലോ. അതാണ് അതിന്റെ ഒരു ട്രിക്ക്. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, കഴിയും. ശരി, we can go for the next question. How many 3-digit numbers, how many 3-digit numbers can be formed using the digits, formed using the digits 1, 2, 3, 4, 5, if no digits is repeated in any number. നിങ്ങൾക്ക് 3-digit numbers ഉണ്ടാക്കണം. 3 digits numbers ഉണ്ടാക്കണം using 1, 2, 3, 4, 5. ഈ ഡിജിറ്റുകൾ ഉപയോഗിച്ച് 3-digit number ഉണ്ടാക്കണം. such that repetitions allowed അല്ല. repetitions allowed അല്ല. Say for example 1, 1, 2, 2, 3, 3, 4, 4, 4. ഈ നമ്പേഴ്സ് ഒന്നും അലൗഡ് അല്ല. ഈ നമ്പേഴ്സ് ഒന്നും നമുക്ക് വേണ്ട. repetitions ഉള്ള ഒരു നമ്പറും നമുക്ക് വേണ്ട. കണ്ടല്ലോ. ആ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യണം? എത്ര 3-digit നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാമോ നിങ്ങൾക്ക് പഠിച്ചത് വെച്ചിട്ട്? എനിബഡി? സർ 5 into 4 into 3 ആണോ? എങ്ങനെയാ കൺക്ലൂഷനിലേക്ക് എത്തി? 3-digit നമ്പർ അല്ലേ, അപ്പം റിപ്പീറ്റേഷൻ അലൗഡ് അല്ല. അപ്പം യൂണിറ്റ്സ് പ്ലേസിൽ ഒരു ഡിജിറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പം 5-നകത്ത് ഒരു ഡിജിറ്റ് യൂസ് ചെയ്യുമ്പോൾ 4 ആവും. അങ്ങനെ
4 ഡിജിറ്റ് യൂസ് ചെയ്യുമ്പോൾ 3 അങ്ങനെ. അങ്ങനെ ഓക്കെ, അതാണ്. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യമാണ് എന്താണ്, ഒരു പ്ലേസ് എടുത്തു, ഈ ഒരു പ്ലേസിൽ 5 പേരെ നമുക്ക് ആഡ് ചെയ്യാം. ആര് വേണോ നമുക്ക് ഈ കൂട്ടത്തിൽ ആഡ് ചെയ്യാം, 5 പേര്. ഇവിടെ 5 പോസിബിലിറ്റി ആണ് ഉള്ളത്. 3 പ്ലേസ് ആണല്ലോ, 3 ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ 3 പ്ലേസ് വേണം. അപ്പൊ ഇവിടെ 5 പേരെ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഒരാളെ യൂസ് ചെയ്ത സ്ഥിതിക്ക്, അത് ആര് വേണോ യൂസ് ചെയ്യാം, യൂസ് ചെയ്ത സ്ഥിതിക്ക് അയാളെ ഇനി ഇവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഫോർ റിമൈനിങ് 4 നമ്പർ ഓഫ് വേസ്. ഇവിടെ ഒരാളെ എടുത്തു, ഇവിടെ ഒരാളെ എടുത്തു. അപ്പൊ 2 പേരെ ഓൾറെഡി നമ്മൾ ഇവിടെ അസൈൻ ചെയ്തിട്ടുണ്ട്. ആ 2 പേരെ ഇനി നമുക്ക് ഇവിടെ അസൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് റിമൈനിങ് 3. Therefore 5 into 4 into 3. 5 into 4 into 3, that is 60. 60. 5 into 4 into 3, 60. അതായത് 60 നമ്പേഴ്സ് ആണുള്ളത്. 60 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണുള്ളത്. Having digits as 1, 2, 3, 4, 5 with no repetitions. കഴിഞ്ഞല്ല? ശരി കഴിഞ്ഞു. ഇത് അല്ലാത്തൊരു വഴി ഞാൻ ആദ്യമേ പറഞ്ഞു തന്ന വഴി, പെർമ്യൂട്ടേഷനെ പറ്റി പറയുന്നതിന് മുമ്പേ പറഞ്ഞു. നിങ്ങൾ നോക്കുക, യു ഹാവ് 3 places available and 5 digits അല്ലെങ്കിൽ 5 entries available. 3 placesഉം 5 entries-ഉമാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. Therefore, number of possibilities is 5p3. Number of entries available, p. Number of places available, in 5p3. That is equal to 5 factorial divided by 5 minus 3 factorial, which is equal to 5 factorial divided by 2 factorial. That will be 60. That will be 60. ഇതാണ് ഫോർമുലയിൽ പോകുന്ന വഴി. ആദ്യത്തെ വഴിയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക, ദാറ്റ് ഇസ് മോർ ലോജിക്കൽ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ ഇതാണ് ഫോർമുലയായിട്ട് ബന്ധപ്പെട്ട വഴി, ദാറ്റ് ഇസ് 5p3. There are 60 different ways in which we can construct a 3-digit number using 1, 2, 3, 4, 5 with no repetitions. Now, repetitions allowed ആണെങ്കിലും I'm okay with 4, 4, 4. I'm okay with 3, 3, 3. അങ്ങനെയാണെങ്കിൽ എത്ര പോസിബിലിറ്റി ഉണ്ട്? ആർക്കെങ്കിലും പറയാമോ? Anybody? Sir, 5 into 5 into 5. Yes, 5 into 5 into 5. That is 125. There are 125 ways if the repetitions are allowed. കഴിഞ്ഞു. 5 raised to 3. Done. അപ്പൊ അതില് വേറെ ചോദ്യമൊന്നുമില്ല. This is a direct question. ആർക്കും എഴുതാം. എവിടെയെങ്കിലും ഒക്കെ ലോജിക്കൽ ഒരു പ്രശ്നം ഉണ്ടോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എന്നോട് പറയാം കേട്ടോ. നമുക്ക് ഇങ്ങനെ അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഡിഗ്രി ഈസ് മോർ കൈൻഡ് ഓഫ് എ ഡിസ്കഷൻ. ഒരു പോസിബിലിറ്റി ഉണ്ടാണ്. ഞാൻ പറയുന്ന മാത്രം പഠിച്ചു പോയിട്ട് കാര്യമില്ല. നൗ അടുത്ത ക്വസ്റ്റ്യൻ ആണേ, ഹൗ മെനി വേർഡ്സ് can be formed? How many words can be formed? How many words can be formed using the letters of the word daughter? Okay. ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുമ്പോൾ പ്രശ്നമാണ്. ഇതിന്റെ പല ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകുന്നുണ്ട്. ഡോട്ടർ, ദിസ് ഇസ് ഡി. ഓക്കെ, ഡോട്ടർ സ്പെല്ലിംഗ് കറക്റ്റ് ആണല്ലോ അല്ലേ? ഓക്കെ, there are 8 letters. ഓക്കെ, if ആദ്യത്തെ ക്വസ്റ്റ്യൻ, the vowels are to be together. Vowels ഒരുമിച്ച് വരണം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the vowels are never together. A കണ്ടുപിടിച്ചാൽ ബി എങ്ങനെ കണ്ടുപിടിക്കും? A കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക, ബി എങ്ങനെ കണ്ടുപിടിക്കും? ആർക്കെങ്കിലും പറയാമോ? Sir, vowelsനെ 1 യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം.
അല്ല, എ കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കുക. എനിക്ക് വേണ്ടത് ബി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന്. So total The minus total number of numbers vowels combination. മൈനസ് എയിൽ എന്താണ് ആൻസർ കിട്ടുന്നത്, ടോട്ടൽ നമ്പർ മൈനസ് എയിൽ എന്താണ് ആൻസർ കിട്ടുന്നത്, അത് ചെയ്യുമ്പോൾ നെവർ ടുഗദർ എപ്പോഴാണ്. ആ സിമ്പിൾ ആസ് ദാറ്റ്. അപ്പോൾ രണ്ടാമത്തത് ഒരു വിഷയമല്ല, എ കണ്ടുപിടിച്ചാൽ ബി കിട്ടിയിരിക്കും. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ നമുക്ക് എ ആണ് വേണ്ടത്. വവൽസ് ആർ ടു ബി ടുഗദർ. അപ്പൊ സൊല്യൂഷനിലേക്ക് പോകുന്നു. വേർഡ് എഴുതുന്നു. ഓക്കെ, ശരി. അപ്പൊ ഇതിൽ വോവൽസ് ആരൊക്കെയാണ്? വോവൽസ് പറഞ്ഞോ. AEIOU അതാണ് വോവൽസ്. നിങ്ങൾ മറന്നുപോയിട്ടുണ്ടോ എന്തോ എനിക്കറിയത്തില്ല. AEIOU. അപ്പോ A, U, പിന്നെ GHT, AEIOU. AUE are the vowels. Okay, കഴിഞ്ഞു. അപ്പൊ വോവൽസ് എല്ലാം കിട്ടി. AUE ഇവരാണ് നമ്മുടെ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിലുള്ള വോവൽസ്. ശരി, അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഇയാൾ ടുഗദർ ആയിരിക്കണം. അപ്പൊ ഞാൻ ഇയാളെ ഒരു യൂണിറ്റ് ആയി കാണണം. വവൽസ് ടുഗദർ ആയിരിക്കണമെന്നേ ഉള്ളൂ. അതിന്റെ ഓർഡർ മാറാം. AEU ആവാം, UAE ആകാം, അങ്ങനെ പലതും. അങ്ങനെ പല ഓർഡറും പോസിബിൾ ആണ്. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. അത് പ്രശ്നമില്ല. അപ്പോ we will consider AUE as a unit. ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണും. അങ്ങനെയാണെങ്കിൽ എത്ര യൂണിറ്റ് ഇനി ബാക്കിയുണ്ട്? ഇവിടെ എത്ര യൂണിറ്റ് അവൈലബിൾ? Therefore, total number of units available. Total number of units available. Total number of units available. എത്ര യൂണിറ്റ് ഉണ്ട്? D ഒരു യൂണിറ്റ് ആണ്. AUE ഒറ്റ യൂണിറ്റ് ആണ്. അപ്പൊ അവനെ പ്രത്യേകം കൂട്ടണ്ട. AUE ഒറ്റ യൂണിറ്റ്. അപ്പൊ യൂണിറ്റ് 2. G അടുത്ത യൂണിറ്റ്, മൂന്നാമത്തെ യൂണിറ്റ്. H അടുത്ത യൂണിറ്റ് 4. അടുത്ത അഞ്ചാമത്തെ യൂണിറ്റ് T. E കൂട്ടണ്ട. 6 അടുത്ത യൂണിറ്റ്. ഓക്കെ, അപ്പൊ എല്ലാം കൂടെ എത്ര യൂണിറ്റ് ആണ്? 8, 6 യൂണിറ്റ്. We have 6 units. 1, 2, 3, 4, 5, 6. 6 units are available. Appo total number of units available is 6. AUE നെ ഒറ്റ യൂണിറ്റ് ആയിട്ട് കാണണം. കഴിഞ്ഞു. ഇനി no repetitions are there. repetitions ഇല്ലല്ലോ, നിങ്ങൾ നോക്കിയാൽ മതി. D റിപ്പീറ്റ് ചെയ്യുന്നില്ല, AU റിപ്പീറ്റ് ചെയ്യുന്നില്ല, G ഇല്ല, H ഇല്ല, T ഇല്ല, R ഇല്ല. no repetitions are there. അപ്പോ ആ കാര്യവും നമ്മൾ മെൻഷൻ ചെയ്തു. no repetitions are there. Now AUE 3 പേർ 3 place. 3 പേർ 3 place. AUE can be arranged in 3 പേർ 3 വഴി. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ 3 into 2 into 1. 3 പേര് 3 വഴി. അപ്പൊ 3 into 2 into 1, that is 3p3. that is 3 factorial ways. 3p3, that is 3 factorial ways. A നെയും U നെയും E നെയും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. Therefore, total number of ways. അതെന്ന് പറയുന്നത്, ആദ്യം നമ്മുടെ കയ്യിൽ 6 യൂണിറ്റ് ആണ് നമ്മൾ മെൻഷൻ ചെയ്തു. 6 യൂണിറ്റ്, 6 ഫാക്ടോറിയൽ. no repetitions are there, therefore divided by 0 factorial into ഇതിന്റെ അകത്തുള്ള ഒരു യൂണിറ്റ്, അതായത് AUE എന്ന ഒരു യൂണിറ്റിനെ 3 ഫാക്ടോറിയൽ വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. 6 ഫാക്ടോറിയൽ by 0 ഫാക്ടോറിയൽ into 3 ഫാക്ടോറിയൽ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ കണ്ടല്ലോ. 6 ഫാക്ടോറിയൽ divided by 0 ഫാക്ടോറിയൽ into 3 ഫാക്ടോറിയൽ. that is 720 into 6. that is എത്രയാണ് മുഴുവനായിട്ടൊരു 4320. 4320.
ശരിയാണോ നിങ്ങൾ വെരിഫൈ ചെയ്യുക. കാൽക്കുലേറ്റർ നിങ്ങളുടെ കയ്യിലുണ്ട്, വെരിഫൈ ചെയ്തോളുക. ഞാൻ എഴുതുന്ന എല്ലാ കാൽക്കുലേഷൻസും ശരിയായിരിക്കണമെന്നില്ല. 720 into 6, that is 4320 distinct ways. ഇത്രയും വേസില് വൗവൽസ് ഒരുമിച്ച് വരുന്ന രീതിയിൽ ഡോട്ടർ എന്ന വേർഡിനെ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. Now, B, never together. ഒരിക്കലും അവര് ഒരുമിച്ച് വരരുത്. Therefore, അത് എത്രയാണെന്ന് നോക്കാം. Total number of ways in which daughter can be arranged. Total number of ways. Total number of ways in which the word can be arranged. The word can be arranged. Can be arranged. Okay, daughter എന്ന വേർഡിൽ എത്ര യൂണിറ്റ് അവൈലബിൾ ആണ്? എത്ര യൂണിറ്റ് ഉണ്ട്? എത്ര യൂണിറ്റ് ആണുള്ളത് നോക്കി പറയാമോ പെട്ടെന്ന്? 8 units. Therefore 8 factorial. Is there any repetition? Is there any repetition? No, sir. There is no repetition. Therefore divided by 0 factorial. Therefore our answer is 8 factorial. എന്താണ് 8 factorial? അത് നോക്കിക്കോളുക കേട്ടോ. 8 factorialന്റെ വാല്യൂ ഇത് നോക്കിക്കോളുക. That is something like 40320. 40320. തെറ്റാണെങ്കിൽ ഒന്ന് തിരുത്തിക്കോണേ. 40320 അതാണ് ടോട്ടൽ നമ്പർ ഓഫ് വേസ്. അങ്ങനെയാണെങ്കിൽ number of ways in which vowels are never together. Vowels are never together. Never together. Never together. അത് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് വേസ്, ദാറ്റ് ഇസ് 40320 മൈനസ് വവൽസ് ടുഗദർ ആകുന്നത്. അത് എ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് 4320. 40320 divided by 4320, that is 36,000. There are 36,000 ways in which എന്താണ് vowels are never together. Done. കഴിയും. ഇതാണ് ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് പെർമ്യൂട്ടേഷൻസിനെ പറ്റി ഒരു എന്താണ് ഒരു ഇൻട്രസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതൊക്കെ കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ ഒരുപാട് വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും ചിലതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. Okay, for total number of ways in which the word daughter can be arranged where vowels comes together and vowels does not comes together. കഴിയും. ശരി. Now, next question. ഫാസ്റ്റ് പോയാലേ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സാധാരണ മാത്സ് ചെയ്യിക്കുമ്പോൾ ഒരുപാട് സ്ട്രെയിൻ കൊടുക്കാൻ നോക്കാറില്ല. പക്ഷെ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പോയിന്റ് വരും. എനിക്ക് ഇനി ഒരു മൊഡ്യൂളും കൂടെ നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ഇച്ചിരി ഞാൻ ഫാസ്റ്റ് കൂട്ടും. അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് പറയിക്കുന്നത്. There are 3 red balls. There are 3 red balls. 4 blue balls. 4 blue balls. And 5 yellow balls. In how many ways? In how many ways? Many ways. They can be arranged. They can be arranged in a row. In a row. Okay. അപ്പൊ നമ്മുടെ കയ്യിൽ 3 റെഡ് ബോള്, 4 ബ്ലൂ ബോള്, 5 യെല്ലോ ബോൾസ്. ഇവരെ റോ വേസ് അറേഞ്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് വേസ് ആണ് വേണ്ടത്? എത്ര നമ്പർ ഓഫ് വേസ് ആണ് ഉള്ളത്? Is there any particular formula that can be used? ആർക്കെങ്കിലും പറയാമോ? എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം. എല്ലാവരും നിരത്തി വെക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും?
So total number of balls divided by repetition. Yes, exactly. Total number of balls divided by total number of balls for factorial divided by repetitions. അത് തന്നെയാണ് നമ്മൾ വേർഡ് വെച്ചാണ് കണ്ടത്. വേർഡിൽ റെപ്പറ്റീഷൻ ആണ് നമ്മൾ നോക്കിയത്. ഓക്കെ, അത് വെച്ച് കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ബോൾ കാണുമ്പോൾ നമുക്ക് ഇതാവണമെന്നില്ല, പെട്ടെന്ന് ആൻസർ കിട്ടണമെന്നില്ല. ബട്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ കയ്യില് 3, 4, 5 അതാവുമ്പോ എത്ര, 12 അല്ലെ, 12 അല്ലേ? അതെ, 12 റോയില് 12 സെക്ഷൻസ് ആണ് ഉള്ളത്. 1, 2, 3, 12 സെക്ഷൻസ്. അവിടെ 3 റെഡ് ബോൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. ദാറ്റ് ഇസ് കൺസിഡേർഡ് ആസ് എ റെപ്പറ്റീഷൻ. ഈ റെഡ് ബോളിന് ഷേപ്പിലും സൈസിലും ഒന്നും വ്യത്യാസമില്ല, കളറിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ആദ്യത്തെ റെഡ് ബോൾ ആദ്യം വെക്കുക, രണ്ടാമത്തെ റെഡ് ബോൾ രണ്ടാമത് വെക്കുകയും ചെയ്തതിന് പകരം അടുത്ത സ്റ്റെപ്പിൽ ഒന്നാമത്തെ രണ്ടാമത്തെ റെഡ് ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് എ ന്യൂ അറേഞ്ച്മെന്റ്. ഓക്കെ, അതൊരു പുതിയ അറേഞ്ച്മെന്റ് അല്ല, പഴയ ആള് തന്നെയാണ്. ഓക്കെ, അപ്പൊ അത് റെപ്പറ്റീഷൻസ് ആണ്. 3 റെഡ് ബോൾ റെപ്പറ്റീഷൻ ആണ്, 4 ബ്ലൂ ബോൾ റെപ്പറ്റീഷൻ ആണ്, 5 യെല്ലോ ബോൾ റെപ്പറ്റീഷൻ ആണ്. Therefore, total number of plays, total number of plays in a row, in the row ആയിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്, അതായത് 12. Therefore, number of arrangements that is equal to 12 factorial divided by red ball 3 times repeat ചെയ്യാണ്, therefore 3 factorial. Blue ball 4 times ആണ്, therefore 4 factorial. Yellow balls 5 times ആണ്, therefore 5 factorial. That is 12 factorial divided by 3 factorial into 4 factorial into 5 factorial. അതാണ് കാര്യം. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം, കാൽക്കുലേറ്റർ ഉണ്ട്. ഞാൻ പറഞ്ഞു 12 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 1 into 2 into 3 into 5 into എന്താണ് 6 into 7 into etc. ആണ്. അപ്പോൾ ഞാൻ എഴുതുന്നു 12 ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 5 ഫാക്ടോറിയൽ into 6 into 7 into 8 into etc. up to 12 divided by 3 factorial into 4 factorial into 5 factorial. കണ്ടല്ല, നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, ഇങ്ങനെ തന്നെ വെട്ടി ചെയ്യണമെന്നില്ല. ഞാൻ കാൽക്കുലേറ്റർ ഉപയോഗിക്കുന്നില്ല. 5 ഫാക്ടോറിയൽ വെട്ടിപ്പോയി. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 ആണ്, അതുകൊണ്ട് ഇവിടത്തെ 6ഉം വെട്ടിപ്പോയി. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് 4 ഫാക്ടോറിയൽ ആണ്, 4 ഫാക്ടോറിയൽ. ഓക്കെ, അപ്പൊ നമ്മുടെ കയ്യിൽ ബാക്കി ഉണ്ടാകുന്നത് ഇവിടെ 4 പോട്ടെ, സാരമില്ല പോട്ടെ. അപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് 7 into ബാക്കി ഉണ്ടാകുന്നത് 7 into 8 into 9 into 10 into 11 into 12, 7, 8, 9, 11, 12 divided by 4 factorial, that is 24. 4 factorial 24 ആണ്. അപ്പോ വീണ്ടും ഞാൻ ക്യാൻസൽ ചെയ്യുമ്പോൾ 8ഉം 24ഉം ക്യാൻസൽ ചെയ്ത് 3 ആകും. 3ഉം 9ഉം ക്യാൻസൽ ആകും, മല്ല 3 മാത്രമാകും. ഓക്കെ, therefore I will get 7 into 3 into 10 into 11 into 12. Final answer ആർക്കെങ്കിലും കിട്ടിയായിരുന്നോ? That will be I think 27720. 27720 ആണോ എന്ന് ഒന്ന് നോക്കി വെരിഫൈ ചെയ്യണേ. ഞാൻ പറഞ്ഞ തന്നെ നോക്കിക്കൊണ്ടിരിക്കരുത്, നിങ്ങൾ ഒന്ന് നോക്കി അതാണോ എന്ന് വെരിഫൈ ചെയ്യുക. ഇതാണ് നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് ദിസ് balls can be arranged in a row. Repetition ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. We are done with that. ഓക്കെ, ശരി. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഞാനൊരു എക്സ്ട്രാ ക്ലാസ് ഒക്കെ അറേഞ്ച് ചെയ്താലോ എന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് അത് ഇച്ചിരി ഓക്വേർഡ് ടൈമിലായിരിക്കും, കൈൻഡ് ഓഫ് 4 മണി 7 മണി അങ്ങനെയൊക്കെയുള്ള റേഞ്ചില്.